നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയുന്തോറും റാഫേലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ. ഇന്നലെ വൈകിട്ടോടെ മധ്യ റാഫേലും ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ എത്തിച്ചേർന്നു. ഇതോടെ കുട്ടികൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമായേക്കുമെന്ന ആശങ്കയും ശക്തമായി. അതിനിടെ അന്താരാഷ്ട്ര കോടതി വിധി നടപ്പാക്കാൻ ഇനിയും വൈകരുതെന്ന് വ്യക്തമാക്കി UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണം നിർത്താൻ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. എന്നാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് താങ്കളെ തടയാനാകില്ല എന്നും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലപാടുമാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് എതിരെ ലോകമെമ്പാടും വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. നിരവധി ഇന്ത്യൻ സെലിബ്രിറ്റികളും റാഫയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫേൽ ക്യാമ്പയിനിൽ അണിചേർന്നവരിൽ മലയാളത്തിലെയും ബോളിവുഡിലെയും നിരവധി പ്രമുഖരുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിലാണ് താരങ്ങൾ പങ്കാളികളായത്. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും പല സെലിബ്രിറ്റികളും ആവശ്യപ്പെട്ടുന്നു. പലസ്തീൻ ജനതയെ പിന്തുണച്ച് സംസാരിക്കുന്ന നടി സാമന്ത റൂത്ത് പ്രഭു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇസ്രായേലിന്റെ നടപടികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നു. റാഫേൽ ഇസ്രായേൽ സൈനിക ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് സാമന്ത ഒരു സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത്. പലസ്തീൻ അവകാശങ്ങൾക്കായി എന്നും പിന്തുണ നൽകുന്ന നടി സ്വരാബ് ഭാസ്കറും റാഫേ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായ ആക്രമണത്തിൽ താരം ദേഷ്യവും നിരാശയും പ്രകടിപ്പിക്കുന്നു. വാക്കുകളില്ല, ഇത് ചെയ്ത, ഇത് പ്രാപ്തമാക്കിയ, ഇതിനെ പ്രേരിപ്പിച്ച, ഇതിന് ധനസഹായം നൽകിയ, ഇതിനെ പിന്തുണച്ച, ഇതിനെ സാധാരണമാക്കാൻ ഒരു ആഖ്യാനമുണ്ടാക്കിയ, ഇത് ആഘോഷിച്ച വെളുത്ത പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളുകൾക്കും എൻ്റെ ഹൃദയത്തിൽ ശാപങ്ങൾ മാത്രം. സ്വരാ ഭാസ്കർ കുറിച്ചതിങ്ങനെ. മലയാളത്തിൽ നിന്നും ദുൽഖർ സൽമാന് പുറമെ ബേസിൽ ജോസഫ്, ഭാവന, കീർത്തി സുരേഷ്, നൈല ഉഷ, പാർവതി, നിഖില വിമൽ, കാളിദാസ് ജയറാം, സൗബിൻ ഷാഹിർ, സുപ്രിയ മേനോൻ, റിമ കല്ലിക്കൽ, അന്നാബെൻ, നിരഞ്ജന, തൻവീറാം, മീരാനന്ദൻ, മൃദുല, അനുമോൾ, രമ്യ നമ്പീശൻ, ഷൈനികം, അനാർക്കലി, ഗൗരി കിഷൻ, അനുപമ, ഷർഫുദ്ദീൻ, അശ്വതി ശ്രീകാന്ത്, റോഷ്ന റോയ്, മക്ബൂൽ സൽമാൻ എന്നിവരും റഫ അനുകൂല ക്യാമ്പയിന്റെ ഭാഗമായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വൈഫ് രിതിക, ആലിയ, പ്രിയങ്ക ചോപ്ര, കരീന, കാജൽ അഗർവാൾ, വരുൺ ധാവൻ, രാധിക ആപ്ത, സോന കപൂർ, അറ്റ്ലി, മേഘ ആകാശ്, തൃപ്തി, ശിൽപ റാവു, നോറ ഫത്തേഹി, ഭൂമി പട്നേക്കർ, രഘുൽ പ്രീത്, ദിയ മിർസ എന്നിവരും സോഷ്യൽ മീഡിയയിൽ റഫയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരിലുണ്ട്.